മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ. അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ CPIയുടെ നേതൃത്വത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലിംകുമാർ. ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം പോലും പണിയപ്പെടുത്തി പണം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഭരണസമിതി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് സാധാരണക്കാർക്ക് വീട് നൽകിയത്. UDF അധികാരത്തിലെത്തിയതിനു ശേഷം ഒരാൾക്ക് പോലും വീട് നൽകിയിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതി കൊള്ളക്കാരുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണെന്നും സലിംകുമാർ കുറ്റപ്പെടുത്തി. ഒരഴിമതിയുടെ കൂടാരമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കെട്ടിടം വല്ല വഴിക്കും കൊടുത്ത് പണയപ്പെടുത്തിയോ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി നാളെ അങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഈ കൊള്ളക്കാരെയും അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും പിടിച്ച് പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന കൊള്ളക്കാരെയും അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും പിടിച്ചു പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുവാനാണ് CPI തീരുമാനം എടുത്തിരിക്കുന്നതെന്നും കെ സലിംകുമാർ പറഞ്ഞു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ B. മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ സ്വാഗതം ആശംസിച്ചു. GN ഗുരുനാഥൻ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ മൂന്നാർ.